നമസ്കാരം, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം തൈറോയ്ഡ് ഗ്രന്ഥി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെ പറ്റിയാണ്. തൈറോയ്ഡ് ഗ്രന്ഥി നമ്മുടെ കഴുത്തിന് മുൻഭാഗത്തായിട്ടുള്ള ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡാണ്. ഇതിൽ നിന്നും തൈറോയ്ഡ് ഹോർമോൺസായ T3, T4 ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇത് നമ്മുടെ രക്തത്തിലെത്തുകയും ഇത് നമ്മുടെ ശരീരത്തിലെ അപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നിന്ന് ഈ പറഞ്ഞ T3, T4 ഹോർമോൺ എത്ര ആവശ്യത്തിന് നമ്മുടെ ശരീരത്തിന് വേണം എന്നതിനുള്ള സിഗ്നൽ നൽകുന്നത് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന TSH അല്ലെങ്കിൽ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണാണ്. അപ്പം ഈ പറഞ്ഞ ആവശ്യത്തിന് T3, T4 നമ്മുടെ ശരീരത്തിന് വേണ്ടതില്ലെങ്കിൽ കൂടുതൽ TSH ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ആ സിഗ്നൽ തൈറോയ്ഡിൽ നൽകുകയും അതനുസരിച്ചിട്ട് ആവശ്യത്തിന് T3, T4 ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. ആവശ്യത്തിൽ കൂടുതൽ T3, T4 ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും TSHൻ്റെ അളവ് കുറഞ്ഞിരിക്കും. ഇനി നമുക്ക് തൈറോയ്ഡ് ഹോർമോൺസിൻ്റെ പ്രവർത്തനത്തിലേക്ക് വരാം. ഈ തൈറോയ്ഡ് ഹോർമോൺസ് കൂടിയും കുറഞ്ഞും ഇരിക്കുന്നതനുസരിച്ച് ശരീരത്തിൻ്റെ അപചയ പ്രവർത്തനങ്ങൾ വ്യത്യാസമുണ്ടാകും. അപ്പോൾ ഈ ഹോർമോൺസ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളിലെ സ്പീഡ് കുറയുകയും അതേപോലെ കൂടിക്കഴിഞ്ഞാൽ ശരീരത്തിലെ പല പ്രവർത്തനങ്ങളുടെ സ്പീഡ് വളരെ കൂടുകയും ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് കണ്ടുവരുന്നത്. ഉദാഹരണമായിട്ട് ഈ പറഞ്ഞ തൈറോയ്ഡ് ഹോർമോൺസിൻ്റെ അളവ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഹൃദയമിടിപ്പ് കുറയുക, അതേപോലെ ശരീരത്തിൻ്റെ ഭയങ്കരമായ ക്ഷീണം അനുഭവപ്പെടുക, ശരീരത്തിൻ്റെ തണുപ്പ് അനുഭവപ്പെടുക, അതേപോലെ രോഗിക്ക് വെയിറ്റ് ഗെയിൻ കൂടുന്ന തൈറോയ്ഡ് ഹോർമോൺസ് കുറയുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു വെയിറ്റ് ഗെയിൻ അനുഭവപ്പെടുക. ഇത്തരം ലക്ഷണങ്ങളൊക്കെ നമുക്ക് തൈറോയ്ഡ് ഹോർമോൺസ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്നതായിട്ട് കാണാം. ഇതിന് ഹൈപ്പോ തൈറോയിഡിസം എന്നുള്ള കണ്ടീഷനാണ് പറയുന്നത്. അതേപോലെ ഈ T3, T4 ഹോർമോൺസിൻ്റെ അളവ് അനിയന്ത്രിതമായി ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ അത് ബാധിക്കുന്നത് ഹൃദയമിടിപ്പ് കൂടുക, അതേപോലെ തന്നെ ആങ്സൈറ്റി ഉണ്ടാവുക, അതേപോലെ ശരീരം അമിതമായി വിയർക്കുക, ഹോട്ട് ഇൻടോളറൻസ് ഉണ്ടാവുക എന്നീ ലക്ഷണങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ രോഗിക്ക് വെയിറ്റ് കുറഞ്ഞു പോകുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇത് പലതരത്തിലുള്ള തൈറോയ്ഡ് ഹോർമോൺസിൻ്റെ വ്യതിയാനം മൂലം പലതരത്തിലുള്ള രോഗങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഹൈപ്പോ തൈറോയിഡിസം അല്ലെങ്കിൽ ഈ ഹോർമോൺസിൻ്റെ അളവ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ക്രെറ്റിനിസം, മിക്സഡിമ എന്നീ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാകുന്നു. ക്രെറ്റിനിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റണ്ടഡ് ഗ്രോത്ത് എന്നാണ്. മാനസികവും ശാരീരികമായിട്ടുള്ള വളർച്ച മുരടിച്ചു പോകുന്ന ഒരു കണ്ടീഷനാണ്. അതേപോലെ മിക്സഡിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരം മുഴുവന് നീര് കെട്ടുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഈ പറഞ്ഞ കണ്ടീഷൻസൊക്കെ തൈറോയ്ഡ് ഹോർമോൺസിൻ്റെ അളവ് കുറഞ്ഞു പോകുന്നത് മൂലം ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഇനി പറഞ്ഞ തൈറോയ്ഡ് ഹോർമോൺസിൻ്റെ അളവ് അനിയന്ത്രിതമായി കൂടിക്കഴിഞ്ഞാൽ ശരീരത്തിൽ തൈറോയ്ഡ് ടോക്സിക്കോസിസ്, അതേപോലെ തൈറോയ്ഡ് സ്റ്റോൺ, ഗ്രേവ്സ് ഡിസീസ് എന്നീ കണ്ടീഷൻസൊക്കെ ഉണ്ടാകുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ് ഹൈപ്പർ തൈറോയിഡിസം ലക്ഷണങ്ങളൊക്കെയാണ്. എന്നാൽ അതിൽ കൂടുതലായിട്ട് ഹാർട്ട് ഫെയിലിയർ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്, കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതേപോലെ കണ്ണ് പുറത്തേക്ക് തള്ളി വരുന്ന ഗ്രേവ്സ് ഡിസീസിൻ്റെ ഒരു ലക്ഷണമായിട്ട് പറയുന്നുണ്ട്. കൂടുതൽ ഹൈപ്പർ ആക്റ്റീവ് ആവുന്ന ഒരു കണ്ടീഷൻസ് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ കോംപ്ലിക്കേഷൻസും ഉണ്ട്. ഈ അനിയന്ത്രിതമായ ഹോർമോൺസിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഹാർട്ട് ഫെയിലിയർ വരെ ഉണ്ടാകുന്ന കണ്ടീഷൻസ് വരെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഹോർമോൺസിൻ്റെ അളവ് കുറയാനും കൂടാനും പല കാരണങ്ങളുണ്ട്. ചില ഇൻഫെക്ഷൻസ്, തൈറോയിഡൈറ്റിസ് പോലുള്ള കണ്ടീഷൻസിൻ്റെ ആദ്യ സ്റ്റേജിൽ ഈ ഹോർമോൺസിൻ്റെ അളവ് ആദ്യം കൂടുകയും പിന്നീട് കുറഞ്ഞു പോയി ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ ഉണ്ടാകുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അതേപോലെ ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനമായിട്ട് ബന്ധപ്പെട്ട് ഓട്ടോഇമ്യൂൺ ഡിസീസായിട്ട് ഹഷിമോട്ടോ തൈറോയിഡൈറ്റിസ് എന്നൊരു കണ്ടീഷനുണ്ട്. ഇതിൽ ഗ്രന്ഥിയെ ബാധിക്കുകയും കാലക്രമത്തിൽ ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറയുകയും ഹോർമോൺസിൻ്റെ ഉൽപ്പാദനം കുറയുകയും അത് തൈറോയിഡൈറ്റിസിന് കാരണമാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഈ പറഞ്ഞ ഗ്രന്ഥിയുടെ നാശത്തിന് കാരണമാവുകയും പെർമനൻ്റായിട്ട് ഡാമേജൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നൊരു കണ്ടീഷനാണ്. അതേപോലെ തന്നെ അപ്പോൾ ഇത്തരം ഹോർമോൺസിൻ്റെ നിയന്ത്രണത്തെ ആയുർവേദത്തിൽ എങ്ങനെയാണ് വിശദീകരിച്ചതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ ഹോർമോൺസിൻ്റെ അളവ് കുറഞ്ഞു പോകുമ്പോൾ ഗ്രന്ഥി കൂടുതലായിട്ട് പ്രവർത്തിക്കേണ്ടി വരും. അതിൻ്റെ ഫലമായി ഗ്രന്ഥി കൂടുതൽ വീക്കം ഉണ്ടാവുകയും ചെയ്യുന്നതായിട്ടാണ് പറയുന്നത്. ഈ വീക്കം ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ട് ഹൈപ്പോ തൈറോയിഡിസം പോലുള്ള കണ്ടീഷൻസിൽ മുഴകൾ അല്ലെങ്കിൽ വലിപ്പം കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. ഗ്രന്ഥിക്ക് വലിപ്പം കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. പല മുഴകൾ ഉണ്ടാകുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. ആയുർവേദത്തിൽ ഹൈപ്പോ തൈറോയിഡിസത്തിൽ വാതകഫജമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ വാതകഫജമായിട്ടുള്ള കണ്ടീഷൻസിൽ പ്രത്യേകിച്ച് കഫഗുണം കൂടുമ്പോഴത്തേക്ക് കഫദോഷത്തിൻ്റെ ഗുണങ്ങളായിട്ടുള്ള മന്ദഗുണം പോലുള്ള കാര്യങ്ങളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഫ്രാക്ഷൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അത്തരം മന്ദഗുണങ്ങളൊക്കെ കാരണം ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു പോവുകയും അതേപോലെ ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറഞ്ഞു പോവുകയൊക്കെ ചെയ്യുന്നതാണ് പറയുന്നത്. അവിടെ വമനം പോലുള്ള ചികിത്സകളും അതേപോലെ തന്നെ ശോധന ഔഷധ പ്രയോഗങ്ങളും
തീക്ഷ്ണമായിട്ടുള്ള രസായനങ്ങളും ഔഷധപ്രയോഗങ്ങളും ഒക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ ഹോർമോൺസിൻ്റെ അളവ് കൂടുകയാണെങ്കിൽ അവിടെ വാദപൈത്തികമായ കണ്ടീഷൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അവിടെ പിത്തശാമകമായിട്ടുള്ള ഔഷധപ്രയോഗങ്ങളും പിത്തശാമകമായിട്ടുള്ള നസ്യപ്രയോഗങ്ങളും പിത്തശാമകമായിട്ടുള്ള തൈലം കൊണ്ടുള്ള ശിരോധാര പോലുള്ള ചികിത്സകളും ശമനമായിട്ടുള്ള ഔഷധപ്രയോഗങ്ങളും ഒക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ശരീരത്തിൻ്റെ അവസ്ഥയ്ക്കനുസരിച്ചിട്ട് വേണ്ടിയുള്ള പഞ്ചകർമ്മങ്ങളും ശമന ചികിത്സകളും ഒക്കെ ആയുർവേദത്തിൽ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ചികിത്സകളുടെ അറിവിലേക്ക് വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അതേപോലെ ഈ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ വലിപ്പം കൂടുന്ന, നേരത്തെ പറഞ്ഞ മുഴകളെ പറ്റി പറഞ്ഞു, ഗോയിറ്റർ എന്നൊരു കണ്ടീഷൻസ് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഈ മുഴകൾ ഉണ്ടായാലും അത് ചുരുങ്ങിപ്പോയാലും ഗ്രന്ഥിയുടെ വലിപ്പം കൂടിയാൽ ആ വലിപ്പം കുറയാൻ വേണ്ടിയുള്ള ഔഷധപ്രയോഗങ്ങൾ, അതേപോലെ തന്നെ ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷൻ കൂടാനും അതേപോലെ തന്നെ കൂടിയ അളവിൽ നിൽക്കുന്ന ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളിലാക്കാൻ വേണ്ടിയുള്ള ചികിത്സാ വിധികളൊക്കെ ആയുർവേദത്തിൽ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം ട്രീറ്റ്മെൻറ്റ് അറിവിലേക്കാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത്. നന്ദി, നമസ്കാരം.